ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിപ്പോ വരുണിനെ സ്നേഹിക്കുന്നത് സിൻസിയർ ആയിട്ടാ. ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലും വേണ്ടെന്ന് വെച്ചില്ലേ. അത് വരുണിനെ സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ. എന്നിട്ടും വരുൺ എന്നെ സ്വീകരിക്കാൻ തോന്നുന്നില്ലല്ലോ. ഇനി വരുൺ എന്നെ അവഗണിച്ച ഞാൻ മരിച്ചു കളയും. അങ്ങനെയൊന്നും പറയല്ലേ. പതുക്കെ പതുക്കെ വരുണിനെ സ്നേഹിച്ചു തുടങ്ങും. വരുണിന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങള് വരുണ് തടസ്സം നിൽക്കുക. അതങ്ങ് പോയി കഴിയുമ്പോ എല്ലാം ശരിയാവും. വരുൺ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. എനിക്ക് തോന്നുന്നില്ല ചേച്ചി, എനിക്ക് വിശ്വാസമില്ല. ഉണ്ടാവണം. നമ്മുടെ അമ്മ നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്ന കണ്ടിട്ടില്ലേ? ഇവിടെ വരുണിന്റെ അമ്മ വരുണിന്റെ അച്ഛനെ സ്നേഹിക്കുന്ന കണ്ടിട്ടില്ലേ? അതൊരു ഉപാധിയില്ലാത്ത സ്നേഹം. ഒരു തരത്തിൽ പറഞ്ഞ ദൈവത്തിനെ കാണുന്ന പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന രീതി. നിന്റെ കാര്യത്തിലും അതെന്നെ കാണിക്കണം. നോക്ക്, ദൈവങ്ങളോട് നമ്മളെങ്ങനെ പെരുമാറുന്ന. നമ്മൾ അവരുടെ മുന്നിൽ കൈകൂപ്പും, കരയും, നടയിൽ തലയിടിക്കും, പരാതി പറയും. ഇത്രയും കാലമായിട്ട് എന്നെ എന്തിനാ പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കും അല്ലെ? എന്നിട്ടോ എല്ലാ അനുഗ്രഹങ്ങളും ചേർത്ത് നമ്മുടെ ശിരസിൽ കൈവയ്ക്കും. അങ്ങനെയല്ലേ? അതുപോലെ വരണ്ട മനസ്സിലും തോന്നും. അപ്പോ ചേച്ചി പറഞ്ഞ രീതിയിൽ വരുണിനോട് പെരുമാറാൻ ശ്രമിക്കണം. പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് ദേഷ്യത്തിലുള്ള ഒരു വാക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. ചേച്ചിക്ക് ഇങ്ങനൊക്കെ പറഞ്ഞു തരാനേ പറ്റൂ. ചേച്ചി, മോളെ, അച്ഛനും അമ്മയും ദാനം തന്നൊരു ജീവൻ അത് ചേച്ചിയുടെ കയ്യിലുണ്ട്. അത് അച്ഛനമ്മമാർക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ കളയാൻ ചേച്ചി തയ്യാറാ. മോളെ, ജീവിതത്തിനെ കുറിച്ച് നമുക്കൊക്കെ കുറെ കണക്കൂട്ടലുകളുണ്ട്. അതൊക്കെ നിറം കൂടിയ കണക്കൂട്ടലുകളായിരിക്കും. പക്ഷെ ശരിക്കുള്ള ജീവിതം അങ്ങനൊന്നും ഇല്ല. നിറം കുറവാ, വേദന കൂടുതലാ. ചില നേരത്തെ ജീവിതം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുത്തി കുത്തി രസിക്കും. നമ്മളെ കൊണ്ടൊരു തുരുത്തിൽ നിർത്തിയിട്ട് ഒറ്റപ്പെടുത്തി കളയും. അവിടെയൊക്കെ മറികടക്കണം. അവിടെ ചിലര് നേടും, ചിലർക്ക് നഷ്ടങ്ങളുണ്ടാവും. നേടുന്നവര് ഭാഗ്യവാന്മാര്, നഷ്ടപ്പെടുന്നവര് വിധിയെ പഴിച്ച് അങ്ങനെ അങ്ങ് പോവും. പ്രിയങ്ക, പ്രിയങ്ക, അമ്മ വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. നീ കരയരുത് കേട്ടോ.